അവർ വരാതിരിക്കാനുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഒരു നിർദ്ദേശം വന്നു. ഞങ്ങൾ പറഞ്ഞു വേണ്ട. തൃശ്ശൂർ കോർപ്പറേഷൻ UDF ജയിച്ചതിൻ്റെ മുഖ്യ കാരണം അവിടെ BJPക്ക് ഒരു MP ഉള്ളതാണ്. അപ്പോൾ ദൂർത്താണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. എന്താണ് MP ചെയ്തത് തിരുവനന്തപുരത്തിന് വേണ്ടി എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഞങ്ങൾക്ക് നല്ലത് CPMൻ്റെ സിദ്ധാന്തമാണ്. പത്മകുമാർ പറഞ്ഞൊരു വാചകമുണ്ട്, ദൈവതുല്യനായി ഞാൻ കണക്കാക്കിയ ഒരാളാണ് ഇതിൻ്റെ പിന്നിൽ. ഈ ഫയൽ എനിക്ക് അയച്ചത് കടകംപള്ളിയാണ്. വ്യക്തമല്ലേ? ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വളരെ ദയനീയ അവസ്ഥയിൽ നിന്നാണ് ഈ കുതിച്ചുചാട്ടം നടത്തിയത്. രണ്ട് മല്ലന്മാരുടെ ഇടയിലാണ് ഞങ്ങൾ ഈ കുതിച്ചുചാടിയത്. അതിൻ്റെ കാരണം നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട വിജയം കൈവരിക്കാനായതിൻ്റെ ആശ്വാസത്തിലാണ് UDF. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് പോവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനും മികച്ചൊരു ഊർജ്ജമാണ്, ആത്മവിശ്വാസമാണ് UDFന്, കോൺഗ്രസിന് ഈ വിജയം നൽകിയിരിക്കുന്നത്. എനിക്കൊപ്പം ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC അധ്യക്ഷനുമായ K. മുരളീധരനാണ് ഉള്ളത്. നമസ്കാരം സാർ. നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയമാണ് കോൺഗ്രസ് നേടിയിരിക്കുന്നത്. പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനൊരു വിജയം? തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിൽ. അതിൻ്റെ ഒരു സെമി ഫൈനൽ എന്നുള്ള നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നല്ല വിജയപ്രതീക്ഷയുണ്ടായിരുന്നു. അതനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. വലിയൊരു ശക്തമായ ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിലുണ്ട്. 10 വർഷക്കാലമായി അനുഭവിക്കുന്നുണ്ട്. അത് വലിയൊരു അനുഗ്രഹമായി എന്ന് തോന്നുന്നു കോൺഗ്രസിന്. അതല്ല, കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൽ ഏതാണ്ട് ഒരു ഏകാധിപത്യത്തിലേക്ക് CPM മാറി. അതിൽ CPMൽ അണികൾക്ക് പോലും അമർഷമുണ്ടായിരുന്നു. പല അണികളും ഞങ്ങളോടൊക്കെ പറയുന്നൊരു കാര്യം, ഇടത്തട്ടുള്ള നേതാക്കന്മാരും അവർ പറയുന്നത് ഒരു ബംഗാൾ ത്രിപുര മോഡലിലേക്കാണ് പാർട്ടി പോകുന്നത്. അവിടെ പറ്റിയ പാളിച്ചകൾ ഇവിടെ സംഭവിക്കുന്നു. ഇനിയൊരു പരാജയം പാർട്ടിക്ക് സംഭവിച്ചില്ലെങ്കിൽ, ഒരു തുടർച്ചയായി 3ാം തവണ വന്നാൽ അത് പാർട്ടിയുടെ സർവനാശമായിരിക്കും എന്നൊരു ഫീലിംഗ് സാധാരണ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് താഴെത്തട്ടിൽ ഇത്തവണത്തെ പോളിംഗ് ശതമാനത്തിൽ ഇടിവ് വരാനുള്ള മുഖ്യ കാരണം ഈ അണികളുടെ നിസ്സംഗതയായിരുന്നു. അത് ഞങ്ങൾക്ക് പലയിടത്തും ഫീൽഡിലൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പ്രതിഷേധമായിരുന്നു. കാരണം തങ്ങളുടെ പാർട്ടിയുടെ പോക്ക് ശരിയല്ല എന്നുള്ള ഫീലിംഗ് സാധാരണ പ്രവർത്തകർക്കുണ്ടായി. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല വിജയം UDFനുണ്ടായി. 3ാം പിണറായി സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിലുള്ള PR വർക്കുകളൊക്കെ ആരംഭിച്ചിരുന്നു. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതോടുകൂടി പാളിപ്പോയി. ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും വേണ്ടെന്ന് തോന്നുന്നു. ഒരു തുടർഭരണം അത് പ്രതീക്ഷിക്കണം. തുടർഭരണം എന്ന് പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കാത്ത അവസ്ഥയിലേക്ക് എത്തി. മറ്റേത് ചിലർക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇത്രയും വലിയ ആത്മവിശ്വാസം ഇവർ പ്രകടിപ്പിക്കുമ്പോൾ അതിൽ വല്ല സത്യമുണ്ടോ എന്നുള്ള ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതോടുകൂടിയിട്ട് ഇനി ഇത് വരില്ല എന്നുള്ള ഫീലിംഗ് ഉണ്ടായി. പക്ഷേ ഒരു കാര്യം, UDFന് അത് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. ഞാൻ പറഞ്ഞ 2010 ഒരു അനുഭവം ഞങ്ങൾക്കുണ്ട്. 2010 ഇതുപോലെ വിജയം ഉണ്ടായി. പക്ഷേ അസംബ്ലി വന്നപ്പോൾ ബ്രിമ്മിലേക്ക് എത്തി. അപ്പോൾ അത് ഞങ്ങളെയും ഒരു മുന്നറിയിപ്പ് ജനങ്ങൾ തന്നിട്ടുണ്ട്. ഇതുകൊണ്ട് അമിതമായിട്ട് അഹങ്കരിക്കരുത്, നന്നായി പ്രവർത്തിക്കണം എന്നൊരു സന്ദേശം കൂടെ ഈ റിസൾട്ടിലുണ്ട്. ഈ CPM നേതാക്കളൊക്കെ, നേതൃത്വത്തിലുള്ളവരൊക്കെ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഞങ്ങളൊക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ അവർ പറയുന്ന ശതമാനക്കണക്കൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്നൊരു സംശയം തോന്നുകയാണ്. ഇതിപ്പോൾ UDF ആണോ തോറ്റത്, LDF ആണോ ജയിച്ചത്? ആ തരത്തിലാണ് കാര്യങ്ങൾ വിവരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഒടുവിൽ പറയുന്നൊരു കാര്യം 2010 കാര്യം പറയും. അതിൽ മേലെയൊന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ പടിപടിയായി കയറും എന്നാണ് പറയുന്നത്. 2010 അച്യുതാനന്ദനെ പൂർണ്ണമായിട്ടും ഒരു തടവുകാരനാക്കി വെച്ചിരിക്കുകയായിരുന്നു പാർട്ടി. ആ ഒരു ഫീലിംഗ് ജനങ്ങൾക്കുണ്ടായിരുന്നു. 2011 അച്യുതാനന്ദന് വീണ്ടും മുഖ്യമന്ത്രിയാവുമെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾക്കൊരു മനംമാറ്റം ഉണ്ടായി. ഇദ്ദേഹത്തിന് ഇതുവരെ 5 വർഷം തടവുകാരനായിരുന്നു, ഇനി ഒരു ഫ്രീ ആയിട്ട് വിട്ടാൽ ചിലപ്പോൾ രക്ഷപ്പെടും എന്നൊരു ഫീലിങ്ങിൽ കുറേ വോട്ട് മാറി. അതാണ് ഈ ബ്രിമ്മിൽ വരാൻ കാരണം. പക്ഷേ എങ്കിലും 2010 പോലെയല്ല 2025. ഇവിടെ ക്യാപ്റ്റനോടാണ് ജനങ്ങൾക്ക് വിരോധമുള്ളത്. അതുകൊണ്ട് ഈ ക്യാപ്റ്റൻ വന്നാൽ 3ാമത് കൊടുക്കരുതെന്ന് ജനം ഇപ്പോൾ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് 2010ഉം 25ആയിട്ട് വ്യത്യാസം അതാണ്.
തെരഞ്ഞെടുപ്പിന് ഇനിയിപ്പോൾ അധികം സമയമില്ലല്ലോ. കുറേ പുതിയ തന്ത്രങ്ങൾ എല്ലാം എടുക്കേണ്ടത്, ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു. മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ അടുത്ത ദിവസം തന്നെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. അതിൻ്റെ ഒരു 22-ാം തീയതിയോട് കൂടിയിട്ട് UDF ചേരുന്നുണ്ട്. അതിൽ ഞങ്ങൾ വ്യക്തമായിട്ട് ഇലക്ഷനിൽ പോകേണ്ട അജണ്ട ഞങ്ങൾ തീരുമാനിക്കും. ഇപ്പോൾ തന്നെ ഈ ഇലക്ഷൻ കാരണം നിർത്തിവെച്ച ശബരിമല വിഷയം, സ്വർണ്ണക്കൊള്ള, അത് ഞങ്ങൾ വീണ്ടും അത് ശക്തമായിട്ടുള്ള സമരത്തിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ്. കാരണം അതിപ്പോൾ 2 പേരിൽ ഒതുങ്ങി നിൽക്കുക. ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണെങ്കിൽ 6 ആഴ്ച സമയം ചോദിച്ചെങ്കിലും ഒരു കാര്യമായിട്ടുള്ള ചലനം കാണുന്നില്ല. അതിൽ ഞങ്ങൾ സംശയിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഇടപെടലുണ്ടായോ ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്നലെ ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ജയിലിൽ കിടക്കുന്ന 2 പേരെയും ഞങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നേരത്തെയും പറഞ്ഞിട്ടുള്ളത് അത് ഇന്നലെ ആവർത്തിക്കും. അതായത് ഈ തിരിച്ചടി ഉണ്ടായിട്ട് പോലും അത് ആവർത്തിക്കുമ്പോൾ ഞങ്ങൾക്കതിൽ സംശയമുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ അടുത്ത സമരഘട്ടത്തിലേക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ കടക്കും. അതൊക്കെ ഈ പാർട്ടി UDF യോഗങ്ങൾ ഞങ്ങൾ അക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ഈ UDF നിന്ന് പിന്മാറിപ്പോയ ഘടകകക്ഷികളുണ്ട്, അവർക്ക് തിരിച്ചു വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ UDF-ലേക്ക്? അത് UDF-ൻ്റെ അകത്ത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. മുന്നണിയുടെ അടിത്തറ ഒന്നുകൂടെ വിപുലീകരിക്കണം എന്ന് അഭിപ്രായമുണ്ട്. പക്ഷേ ആ അഭിപ്രായം എല്ലാവരും കൂടെ യോജിച്ചെടുക്കും. ഞങ്ങളിപ്പോൾ അക്കാര്യം പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, ലീഗ് അക്കാര്യത്തിൽ അവരുടെ മനസ്സ് തുറന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അടുത്ത ലൈസൺ കമ്മിറ്റി യോഗത്തിൽ അത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള ചർച്ച ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. UDF കൺവീനർ പറയുന്നത് കേട്ടു, അത് ജോസ് കെ മാണിയെ ഞങ്ങൾ ക്ഷണിക്കുന്നു, ഞങ്ങളിപ്പോൾ ഒരു ക്ഷണിക്കുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു. CPIക്കൊന്നും ഇന്നത്തെ അവർ വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. കാരണം അവർക്ക് ഇടതുപക്ഷത്തിൻ്റെ അടിമയായിപ്പോയി അവർ. എന്നാൽ അവർ ചില സത്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഇലക്ഷൻ പരാജയത്തിൽ ഒരു വസ്തുതാപരമായിട്ടുള്ളൊരു അവലോകനം നടത്തിയത് CPI ആണ്. അവർ പറഞ്ഞു സ്വർണ്ണക്കൊള്ള ബാധിച്ചിട്ടുണ്ട്, ഭരണത്തിനെതിരായിട്ടുള്ള വികാരമുണ്ട്, ഇതെല്ലാം അവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ CPM ഇപ്പോഴും ഈ കണ്ണടച്ചിരുട്ടാക്കുകയാണ്. അവരിതൊന്നും ബാധിച്ചില്ല, പിന്നെ എങ്ങനെ തോറ്റു? അപ്പോൾ ഇവർ പറയുന്നൊരു സ്ഥിരം മന്ത്രമുണ്ട്, കോൺഗ്രസ് UDF ബന്ധം. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അങ്ങനെയാണെങ്കിൽ BJPക്ക് ഭൂരിപക്ഷം കിട്ടേണ്ടതല്ലേ? പക്ഷേ എന്തുകൊണ്ടാണ് ഞങ്ങൾ ശക്തമായിട്ട് ഫൈറ്റ് ചെയ്തു, അതുകൊണ്ടാണ് അവർ ഈ വിറിമ്പിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ അവർ നല്ല കയറ്റം കയറിയേനെ. ഞങ്ങളാണ് സത്യം പറഞ്ഞാൽ ഇവിടെ തന്നെ ഒരു കാര്യമുള്ളത്, തിരുവനന്തപുരം ജില്ലയിൽ 50ഓളം വാർഡുകളിൽ BJPക്ക് സ്ഥാനാർത്ഥികളുണ്ടായിരുന്നില്ല. ഈ വാർഡുകളിലൊക്കെ മെച്ചം ഉണ്ടായിട്ടുള്ളത് LDF-നാണ്. കോർപ്പറേഷനിൽ തന്നെ ചില വാർഡുകളിൽ, ഇപ്പോൾ കടകംപള്ളി ഞങ്ങൾ സാധാരണ CPM സ്ഥിരം ജയിക്കുന്ന വാർഡാണ്. ഞങ്ങളവിടെ CPM-ൽ നിന്ന് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ഞങ്ങൾ നിർത്തിയത്. അവിടെ അവസാനം CPM-ൻ്റെ വോട്ട് BJPക്ക് മറച്ചു. ഇവിടെ തന്നെ തിരുവനന്തപുരം സിറ്റിയിൽ നിന്നൊക്കെ ആറ്റിപ്പറ, കടകംപള്ളി, ഇതൊക്കെ CPM-ൻ്റെ ഉരുക്കു കോട്ടകളായിരുന്നു. അതൊക്കെ ഇത്തവണ BJP കൊണ്ടുപോയി. അപ്പോൾ ഈ UDF BJP ബന്ധം എന്ന് പറഞ്ഞ് കണ്ണടച്ച് ഇരുട്ടാക്കാനാണ് ഇപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നത്. പക്ഷേ CPI അങ്ങനെയല്ല, അവർ ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്ക് മുന്നണി സംവിധാനം വിട്ട് ഉടനെ വരുന്നെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതുപോലെ തന്നെ ജോസ് കെ മാണിയുടെ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. മുന്നണി വിപുലീകരിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പോയവരുടെ ഒരു കാര്യമാണല്ലോ ചർച്ച ചെയ്യപ്പെടുക. ഏതായാലും അതൊക്കെ മുന്നണിക്കകത്ത് ഇപ്പോൾ നിൽക്കുന്ന, അതായത് ഈ ഇലക്ഷൻ വിജയിപ്പിക്കാൻ വേണ്ടി ഒരുമിച്ച് നിന്നവരൊക്കെ കൂടെ ആലോചിച്ചിട്ട് ഫർദറായിട്ടുള്ള തീരുമാനം എടുക്കുകയുള്ളൂ. ഇത്തവണ കോർപ്പറേഷനുകളിലും മറ്റ് ത്രിതല തലങ്ങളിലെല്ലാം നേരത്തെ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. അതൊന്നും പതിവില്ല കോൺഗ്രസിനകത്ത്, അതൊക്കെ കണ്ടു. അത് നിയമസഭയിലും പ്രതീക്ഷിക്കാമോ? ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ആലോചനയുള്ളത് ജനുവരി മാസത്തോടു കൂടി തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കണം എന്നാണ് ഒരു നിർദ്ദേശം വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഫെബ്രുവരി മാസത്തിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുക. അപ്പോൾ മാർച്ച് മാസം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതോടുകൂടി അതിന് 1-2 ആഴ്ച മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കുക. അങ്ങനെ ഒരു ഐഡിയയാണ് പാർട്ടിയുടെ മനസ്സിലുള്ളത്. വിശദമായി ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല, അത് പാർട്ടി ഫോറങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. എന്താണെങ്കിലും സീറ്റ് ചർച്ചകൾ ജനുവരിയിൽ പൂർത്തിയാക്കണം എന്നാണ് മുന്നണിക്കകത്ത് ഒരു ഏകദേശ രൂപം എത്തിയിട്ടുള്ളത്. ഈ സ്ഥാനാർത്ഥി നിർണയം കോർപ്പറേഷനിലും ത്രിതല തലത്തിലൊക്കെ നേരത്തെ നടത്തിയതുകൊണ്ട് അതിൻ്റെ ഒരു ഗുണമുണ്ടായി അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വളരെ ദയനീയ അവസ്ഥയിൽ നിന്നാണ് ഈ കുതിച്ചുചാട്ടം നടത്തിയത്. 2 മല്ലന്മാരുടെ ഇടയിലാണ് ഞങ്ങൾ ഈ കുതിച്ചുചാടിയത്. അതിൻ്റെ കാരണം നേരത്തെ തന്നെ സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നതും നിലവിലുള്ള ഭരണസമിതിക്കെതിരെ ശക്തമായിട്ടൊരു കുറ്റപത്രം തയ്യാറാക്കിയതെല്ലാം
ഞങ്ങൾക്ക് ഒരു മെച്ചം കിട്ടിയിട്ടുണ്ട്. പിന്നെ ജനത്തിനെ സംബന്ധിച്ച് ഇവിടെ ഇവരെയും കൊണ്ടൊന്ന് പരീക്ഷിച്ചാൽ എന്താണ് എന്നൊരു ചിന്താഗതി ഉണ്ടായി. കാരണം UDF മുമ്പ് ഭരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കുറേ കാലങ്ങളായിട്ട് LDF ആണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ കേന്ദ്രത്തിൻ്റെ സഹായത്തോടുകൂടി ഞങ്ങൾ പദ്ധതികൾ പലതും നടപ്പാക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ, എങ്കിലും ഇവർക്കൊരു ചാൻസ് കൊടുത്താൽ എന്തായാലും ജനത്തിന് തോന്നി. ഞങ്ങൾ പറയുന്ന ഇവർ ഭരിക്കട്ടെ, കാരണം ഭരിച്ചാലല്ലേ ജനത്തിന് വസ്തുത മനസ്സിലാക്കാൻ കഴിയും. പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ? ഇല്ല, ഒരിക്കലും ഇത്രയൊരു ഞങ്ങൾ പ്രതീക്ഷയല്ല. ഞങ്ങൾ വിചാരിച്ചത് ഒരു നിർണായക ശക്തിയായിട്ട് ഞങ്ങൾ മാറും. അതിപ്പോൾ ഏതാണ്ട് കുറേയൊക്കെ അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഒരു BJP ഭരണം ഞങ്ങളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം BJPയുടെ വർക്ക് സൈലൻ്റ് വർക്കായിരുന്നു. അത് വേണ്ടത്ര ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അത് ഞങ്ങളുടെ ഭാഗത്തും അത് ചെറിയ വീഴ്ച തന്നെയാണ്. പക്ഷേ എങ്കിലും ഞങ്ങൾ ഇതിലൊന്നും ഭയപ്പെടുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഇവരെ ഭരിക്കട്ടെ, 5 കൊല്ലം ഭരിച്ച് അതിൻ്റെ ദോഷങ്ങൾ ജനങ്ങൾക്ക് അവർക്ക് മനസ്സിലാവണം. ഞാൻ ഒരു ഉദാഹരണം പറയാം. തൃശ്ശൂർ ഒരു MP ഉണ്ടായി, ആ MP മന്ത്രിയായി, ഒരുപാട് പ്രഖ്യാപനം നടത്തി. 2 കൊല്ലം കൊണ്ട് ഒന്നും നടന്നില്ല. അപ്പോൾ ജനം അവിടെ റിയാക്ട് ചെയ്തു. തൃശ്ശൂർ കോർപ്പറേഷൻ UDF ജയിച്ചതിൻ്റെ മുഖ്യ കാരണം അവിടെ BJPക്ക് ഒരു MP ഉള്ളതാണ്. രണ്ടാമത്തത് പാലക്കാട് നഗരസഭ 10 വർഷമായിട്ട് ഭരിക്കുക, ഇത്തവണ ഭൂരിപക്ഷമില്ല. 12 നഗരസഭ കൈവിട്ടുപോയി. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ളൊരു പാഠം എന്താണെന്ന് ചോദിച്ചാൽ, ഇവരെ ഭരിക്കാൻ അനുവദിക്കുക, എങ്കിലേ ജനത്തിന് ഇതിൻ്റെ ഇവരുടെ പൊള്ളത്തരം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിന് പകരം അവർ വരാതിരിക്കാനുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഒരു നിർദ്ദേശം വന്നു. ഞങ്ങളൊന്നും വേണ്ട, ഇവർ ഭരിച്ചോട്ടെ, കാരണം ജനവിധി ഞങ്ങൾ അട്ടിമറിക്കാനില്ല. ഇവർ പറയുന്ന എന്തൊക്കെ നടക്കും നമുക്ക് നോക്കാം. ഈ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വന്ന ആ സമയം മുതൽ പറയുന്നതാണ് വികസിത പദ്ധതികൾ. തിരുവനന്തപുരം നഗരം ഒരു മെട്രോ നഗരമായി മാറ്റും എന്നാണ് പറയുന്നത്. അതിപ്പോഴും അവരുടെ ലിസ്റ്റിലുള്ളതാണ്. ഇനിയിപ്പോൾ അതിലേക്ക് കടക്കുമെന്നാണ് പറയുന്നത്. ആ ഒരു പ്രതീക്ഷയൊക്കെയാണോ ജനങ്ങൾ? ഒരുപക്ഷെ അതായിരിക്കാം. ഞാൻ ഈ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം വിവിധ ചാനലുകൾ, നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ നടത്തിയ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള സർവേയിൽ പലരും പറഞ്ഞു ഇവരുടെ ഭരണമൊന്നും പരീക്ഷിക്കട്ടെ. അതാണ് ജനം പരീക്ഷിച്ചത്. അത് നമുക്ക് കാത്തിരിക്കാം. ഇവർ ഈ പറയുന്ന എന്തുമാത്രം കാര്യങ്ങൾ നടപ്പാക്കും എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഒന്നിനോടും മുഖം തിരിക്കുന്നില്ല. വികസനം ആര് കൊണ്ടുവരുന്നോ അതിനോട് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് ഞങ്ങളെടുക്കും. ഇപ്പോൾ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്ന വിഷയം, മാലിന്യ സംസ്കരണം, തിരുവനന്തപുരം മെട്രോ, അതിലൊക്കെ ഞങ്ങളുടെ നിലപാട് ഇത് തന്നെയായിരുന്നു. ഞങ്ങളും പറഞ്ഞത്, ഞങ്ങളുടെ പ്രകടന പത്രികയിലും പറഞ്ഞത് തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കണം, മാലിന്യ സംസ്കരണം വേണം. പിന്നെ മെട്രോൻ്റെ കാര്യത്തിൽ ആദ്യം സ്കെച്ച് തയ്യാറാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. പിണറായിയാണത് എടുത്ത് മാറ്റിയത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മെട്രോ കൊണ്ടുവരാൻ തീരുമാനിക്കുകയും അലൈൻമെൻറ്റ് പൂർത്തിയാക്കുകയും നമ്മുടെ CRPFൻ്റെ ക്യാമ്പ് സൈറ്റിൽ നിന്ന് ആരംഭിച്ച് കരമന വരെയുള്ള ആദ്യ റീച്ച് കംപ്ലീറ്റ് ആക്കി. അത് ശ്രീധരൻ, മെട്രോമാൻ ശ്രീധരൻ, അന്നത് BJPയിലൊന്നും ചേർന്നിട്ടില്ല, അദ്ദേഹത്തിന് ചുമതല ഏൽപ്പിച്ചു. ആദ്യം ലൈറ്റ് മെട്രോ എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ലൈറ്റ് മെട്രോ പ്രായോഗികമല്ല, മെട്രോ ആണ് കുറേ കൂടെ അഭികാമ്യം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ പരിഗണിച്ച് ഞങ്ങൾ നീങ്ങുമ്പോഴാണ് ഈ ഇലക്ഷൻ വരികയും പിണറായി വിജയൻ അധികാരത്തിൽ വരികയും ചെയ്തത്. ആദ്യമാണ് ഇത് ഡ്രോപ്പ് ചെയ്തു ഈ പ്രോജക്റ്റ്. അന്ന് അടിയന്തര പ്രമേയം ഞാനാണ് കൊണ്ടുവന്നത് നിയമസഭയിൽ. അന്ന് ഞാൻ പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇതിൽ സാമ്പത്തിക ലാഭമല്ല നോക്കേണ്ടത്, ജനങ്ങളുടെ സമയ ലാഭം നോക്കണം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. ഡൽഹി കേരള ഹൗസിൽ നിന്ന് കാറിൽ എയർപോർട്ടിലേക്ക് പോയാൽ 1.5 മണിക്കൂർ എടുക്കും. പലർക്കും ഫ്ലൈറ്റ് വരും മിസ്സായിട്ടുണ്ട്. നേരെ മറിച്ച് അതിൻ്റെ കേരള ഹൗസിൻ്റെ തൊട്ട് മുമ്പുള്ള മെട്രോ സ്റ്റേഷനിൽ നിന്ന് കയറിയാൽ 15 മിനിറ്റ് കൊണ്ട് എയർപോർട്ടിലെത്താം. എന്തുമാത്രം സമയലാഭം ഉണ്ട് നോക്കണം. അപ്പോൾ ഞാൻ ഈ എക്സാമ്പിൾ ഉൾപ്പെടെ പറഞ്ഞപ്പോൾ സാമ്പത്തികമായി ഞങ്ങൾക്ക് അതിന് കഴിവില്ലാത്തതുകൊണ്ട് ഈ പ്രോജക്റ്റ് ഞങ്ങൾ തൽക്കാലം ഉപേക്ഷിക്കുന്നു എന്നാണ് പിണറായി പറഞ്ഞത്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സ്വപ്നമാണത്. തീർച്ചയായും UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ആ കാര്യം തിരുവനന്തപുരത്ത് ഞങ്ങൾ നടപ്പാക്കിയിരിക്കും. അതിന് നഗരസഭ സഹകരിച്ചാൽ നമുക്കെല്ലാം നല്ലതാണ്. നഗരസഭയും കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ ഫണ്ട് വേണമല്ലോ. അപ്പോൾ വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം നോക്കാതെ തന്നെ തലസ്ഥാനത്തിൻ്റെ വികസനത്തിന് UDF സർക്കാർ വന്നാലും ഞങ്ങൾ അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങും. ഈ തലസ്ഥാനത്തെ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ, തിരുവനന്തപുരത്തിൻ്റെ അവികസിത രീതികളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ BJP ആവട്ടെ അല്ലെങ്കിൽ CPM ആവട്ടെ അവർ പറയുന്നൊരു കാര്യമുണ്ട്.
ഇവിടെ കോൺഗ്രസിൻ്റെ MP വർഷങ്ങളായി ഇവിടെയുണ്ട്, 4ാമത്തെ പ്രാവശ്യമാണ്. എന്താണ് MP ചെയ്തത് തിരുവനന്തപുരത്തിന് വേണ്ടി എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അല്ല, അതിന് അദ്ദേഹത്തിന് കിട്ടേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണമാണല്ലോ. ഞാൻ UDF സർക്കാരിൻ്റെ കാലത്ത് ഞങ്ങൾ അന്ന് നടപ്പാക്കിയ ഓപ്പറേഷൻ അനന്ത, ആ സ്കീമിലാണ് സത്യം പറഞ്ഞത്. മറ്റേത് ഒരു ചെറിയ മഴ പെയ്താൽ തമ്പാനൂർ സ്റ്റേഷനിലേക്ക് കയറാൻ പറ്റില്ലായിരുന്നു, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഇന്ന് ആ വെള്ളക്കെട്ടില്ലാത്ത ആ ഓപ്പറേഷൻ അനന്തയുടെ ആദ്യഘട്ടമായിരുന്നു. അത് 2ാം ഘട്ടം പൂർത്തിയാക്കിയിരുന്നെങ്കിൽ നഗരത്തിൽ വലിയ ചേഞ്ച് ഉണ്ടാകുമായിരുന്നു. ഈ മാലിന്യ കൂമ്പാരങ്ങളുടെ അതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുമായിരുന്നു. ഈ സർക്കാർ വന്നിട്ടാണ് അതൊക്കെ ഡ്രോപ്പ് ചെയ്തത്. അതിൻ്റെയൊക്കെ അതുകൊണ്ട് തന്നെ പിന്നെ അദ്ദേഹം തന്നെ MP ആയി വന്ന ഉടനെ തന്നെ ഒരു വിദേശ ഗവൺമെൻറ്, ഞാനിപ്പോൾ ആ രാജ്യത്തിൻ്റെ പേരോർക്കുന്നില്ല, ആ രാജ്യത്തിൻ്റെ സഹകരണത്തോടു കൂടെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. അത് 2012 കോർപ്പറേഷൻ അന്ന് നിഷ്കരണ തള്ളിക്കളഞ്ഞു. കോർപ്പറേഷൻ പറഞ്ഞ് വിദേശ രാജ്യത്തിൻ്റെ സഹകരണം വേണ്ട. ഇന്ന് പിണറായി വിജയൻ വിദേശ രാജ്യങ്ങളിൽ പോവുകയാണ്, നിങ്ങൾ പണം നിക്ഷേപിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അന്ന് ശ്രീ ശശി തരൂരാണ് അക്കാര്യത്തിൽ മുൻകൈ എടുത്തത്. അദ്ദേഹത്തിനായാലും വലിയ നിരാശയുണ്ടായിരുന്നു. അവസാനം UDF സർക്കാർ സഹകരിക്കാമെന്ന് പറഞ്ഞെങ്കിലും കോർപ്പറേഷൻ മുഖം തിരിഞ്ഞു വന്നു. അതിന് വേണ്ട, ഇത് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് പ്രപ്പോസൽ വന്നു. ഒന്നുകിൽ സർക്കാർ എതിർക്കും, അല്ലെങ്കിൽ കോർപ്പറേഷൻ എതിർക്കും. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ അദ്ദേഹം ഒന്നും ചെയ്തില്ല എന്ന് അദ്ദേഹം 4ാം തവണ ജയിച്ചല്ലോ. സംസ്ഥാനത്തെ ഒരു 10 വർഷക്കാലമായിട്ട് നമ്മൾ കാണുന്ന ധൂർത്ത്, കെടുകാര്യസ്ഥത അതുണ്ട്. അവർ പറയും ഖജനാവിൽ പൈസയില്ല, വലിയ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയും. പക്ഷേ ഈ അടുത്ത നാളുകളിൽ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ പെൻഷൻ്റെ ഭാഗമായിട്ടും അങ്ങനെ ചില ആനുകൂല്യങ്ങളൊക്കെ കണ്ണുകൊടിയിൽ സംഭവങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. കോടികളുടെ ബാധ്യത ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഇവർ പറഞ്ഞത് അത് പുറത്തായ രഹസ്യം. അതാണ് ജനതിരായിട്ട് കൂട്ടിയത്. അതായത് 10-15 കോടിയുടെ ആവശ്യം ഉണ്ടായിരുന്നു ഇത് ഇവർ വാഗ്ദാനം ചെയ്ത പെൻഷനൊക്കെ കൊടുക്കാൻ. ഇവരുടെ മിക്ക സഹകരണ സ്ഥാപനങ്ങളും ഇവരുടെ നിയന്ത്രണത്തിലാണല്ലോ. അവരോട് പറഞ്ഞത് നിങ്ങളുടെ എക്സസ് ഫണ്ട് തൽക്കാലം ഞങ്ങളെ ഏൽപ്പിക്കുക, ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ്, നമുക്ക് ഏപ്രിൽ വരെ കൊടുത്താൽ മതി, അത് കഴിഞ്ഞാൽ ജയിച്ചാലും തോറ്റാലും കൊടുക്കണ്ട. അങ്ങനെ ഒരു ഫണ്ട് സംഘടിപ്പിക്കുന്ന വിവരം ജനത്തിന് മനസ്സിലായി. അത് ഞങ്ങൾ തന്നെ ജനത്തിനോട് പറഞ്ഞു, ഇതാണ് ഇവരുടെ ഐഡിയ. ഇപ്പോൾ ജനത്തിന് പണ്ട് കിറ്റ് വാങ്ങി വോട്ട് ചെയ്തതിൻ്റെ ഒരു പ്രയാസം ജനത്തിനുണ്ട്. അതുകൊണ്ട് ഇത്തവണ ഒരു വിജിലൻ്റായി. അതാണല്ലോ MM മണി പൊട്ടി തെറിക്കാൻ കാരണം. ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങി. അദ്ദേഹം പറഞ്ഞ വാചകമൊക്കെ വളരെ ദൗർഭാഗ്യകരമാണ്. സർക്കാരിൻ്റെ ചുമതലയല്ലേ അത്, ഏത് സർക്കാർ വന്നാലും. ഞാൻ പറയാം, പിണറായി വിജയൻ പ്രഖ്യാപിച്ച പല പദ്ധതികളും ഞങ്ങൾ വന്നാൽ നടപ്പാക്കുമല്ലോ. കാരണം അത് ജനത്തിന് വേണ്ടിയിട്ടുള്ളതല്ലേ. അല്ലാതെ പിണറായി 1000 രൂപ കൂടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കില്ല എന്ന് ഒരിക്കലും ഞങ്ങൾ പറയില്ല. 1000-1500 ആക്കാനേ ഞങ്ങൾ നോക്കൂ. അത് ചുമതലയാണ് നമ്മുടെ. അത് വോട്ട് ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളതിൻ്റെ അത് കാര്യം വേറെ. ഇപ്പം ഞങ്ങൾ ആനുകൂല്യം കൊടുത്തു, ജനം തിരിച്ച് വോട്ട് ചെയ്തിട്ടില്ലേ? ജനമാണ് പരമാധികാരി. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഇനിയിപ്പോൾ 2026 UDF അധികാരത്തിൽ വരികയാണെന്ന് കരുതുക. ഭരണം അവസാനിപ്പിച്ചു പോകുന്ന പിണറായി സർക്കാർ വലിയ കടബാധ്യത ആക്കി വെച്ചാണ് തീർച്ചയായിട്ടും കടബാധ്യത ധാരാളം കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അത് നല്ല പ്രയാസങ്ങളുണ്ട്. 1,10,00,000 രൂപയുടെ ഒരു കാർ വാങ്ങിക്കാൻ പണം അനുവദിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. അങ്ങനെ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ബംഗാൾ ഗവൺമെൻറ്റിനാണെങ്കിലും തമിഴ്നാട് സർക്കാരിനാണെങ്കിലും തെലുങ്കാന സർക്കാരിനാണെങ്കിലും കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾക്കാണെങ്കിൽ ഇതൊക്കെ കേന്ദ്രം നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട്. അവർക്കൊക്കെ അവരുടെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുമ്പോൾ ഇവിടെയൊക്കെ അവർ നിയന്ത്രണമാണ്. പക്ഷേ ആ സർക്കാരുകളൊക്കെ ധൂർത്ത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് മിച്ചം വെച്ച് വികസനം നടത്തുകയാണ്. ഇവിടെ പറ്റിയത് ധൂർത്തുണ്ട്. ധൂർത്തിന് യാതൊരു കൺട്രോളും ഇല്ല. ഇപ്പോൾ തന്നെ ഈ 10 വർഷങ്ങൾക്കുള്ളിൽ എത്ര തവണ മുഖ്യമന്ത്രി എന്നെ കാറ് മാറ്റിയിട്ടുണ്ട്. ഇതുവരെ ഈ പാർട്ടിക്കാരെ വെച്ചിട്ട് ഡ്രൈവിങ് പഠിപ്പിക്കുന്ന ഈ സർക്കാർ വാഹനത്തിലാണ്. അവർക്ക് പരിചയമില്ലാത്ത ആൾക്കാർ വണ്ടി നാശാക്കുമ്പോൾ റിപ്പയറിനല്ല, വണ്ടി മാറ്റുക, കണ്ടം ചെയ്ത് കളഞ്ഞ് പുതിയത് വാങ്ങുക. ഇതൊക്കെ അനാവശ്യ ചിലവാണ്. അതുപോലെ നവകേരള സദസ്സ് എത്ര കോടി പൊടിച്ചു, വല്ല മെച്ചം ഉണ്ടായോ? ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ജനസമ്പർക്ക പരിപാടി നടത്തി, വല്ല ചിലവും വന്നോ? അതുകൊണ്ട് ഉപകാരം ഉണ്ടായില്ലേ? അത് വലിയൊരു ജനത്തിൻ്റെ ഇടയിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അവസാനം വന്ന ചില
സംഭവവികാസങ്ങളാണല്ലോ മറ്റേ UDF പരാജയപ്പെടാൻ കാരണം. പക്ഷേ ചെയ്ത കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി. വന്ന എല്ലാവർക്കും മുഖ്യമന്ത്രിയെ കാണാൻ കഴിഞ്ഞല്ലോ. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി കരുണാകരനാണ് ആദ്യം തുടങ്ങിയത് സ്പീഡ് പ്രോഗ്രാം. ഇവിടെയൊക്കെ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുകയാണ് ജനം. പിണറായി വിജയൻ നടത്തിയ നവകേരള സദസ്സ് ഒരാൾക്ക് പോലും കാണാൻ കഴിഞ്ഞില്ല. മാത്രമല്ല പ്രതിപക്ഷത്തിന് വിമർശിക്കുന്ന പ്രസംഗവേദിയായിട്ടത് മാറി. അപ്പോൾ ജനങ്ങൾ തിരിച്ചടിച്ചു ലോക്സഭയിൽ. അപ്പോൾ ഇവർ വിചാരിച്ചത് എന്താ, 2019 ലോക്സഭയിലേക്ക് വൻ ഭൂരിപക്ഷം UDFന് കിട്ടി. 20 തിരിച്ചു വന്നു. അതുപോലെ തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. പക്ഷേ ദൂർത്ത് തുടർന്നു. ഒരു മാറ്റവും കണ്ടില്ല. ജനങ്ങൾ എതിരായിട്ട് വോട്ട് ചെയ്തു. അതേ വോട്ടിംഗ് പാറ്റേൺ തന്നെ ഇവിടെ എതിരായിട്ട് വന്നു. അപ്പോൾ ദൂർത്താണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. PR വേണ്ടിയും വലിയൊരു തുക PR നടത്തിയ പല അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് തന്നെ ദോഷമായിട്ട് വന്നു. ഒന്ന്, മുഖ്യമന്ത്രിയെ അമിതമായിട്ട് പ്രശംസിച്ചുകൊണ്ടുള്ള രീതി. അന്ന് കമ്മ്യൂണിസ്റ്റ് തിയറി ആയിരുന്നില്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സ് വേദനിച്ചു സത്യം പറഞ്ഞാൽ. എത്രയോ പഴയ പ്രവർത്തകർ, പാർട്ടി നേതാക്കളൊക്കെ പാർട്ടിയിൽ നിശബ്ദരായി. ഇപ്പോൾ പിരപ്പങ്കോട് മുരളിയെപ്പോലുള്ള കമ്മ്യൂണിസ്റ്റുകാരൊക്കെ, ഗോവിന്ദപിള്ളയും അവസാന കാലത്ത് അദ്ദേഹം പൂർണ്ണ നിരാശനായിരുന്നു. അപ്പോൾ പണ്ടത്തെ ആ കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ ജീവിച്ചവരൊക്കെ നിരാശരായി തീർന്നു. എല്ലാം മുഖസ്തുതിയിലേക്ക് കാര്യങ്ങളെത്തി. എപ്പോഴും നമ്മൾ രാഷ്ട്രീയത്തിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും നമുക്ക് മനസ്സിലാക്കേണ്ടത് മുഖസ്തുതി പറയാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ആപത്ത് വന്നാൽ ഇവരാരും കൂടെ ഉണ്ടാവില്ല. അതെന്തുകൊണ്ടോ മുഖ്യമന്ത്രിക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അതേ മനസ്സിലാക്കിയാൽ എനിക്ക് സംശയമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയം അംഗീകരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല CPI. ഒരു പരിധിവരെയൊക്കെ രണ്ടുപേരുടെയും സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു. റിയാലിറ്റി മനസ്സിലാക്കിയത് CPI ആണ്. എന്തുകൊണ്ട് തോറ്റു എന്നുള്ള സന്ദേശം സിനിമയിലെ പോലത്തെ സിദ്ധാന്തത്തിലാണ് ഇപ്പോൾ അതായത് CPM സന്ദേശം സിനിമയിലെ ശങ്കരാടിയുടെ ഡയലോഗ് പോലെയാണ്. അത് ജനത്തിന് മനസ്സിലാവുന്ന ഡയലോഗല്ല. നേരെ CPI അങ്ങനെയല്ല, സത്യം പറഞ്ഞു, ഇന്നെന്ന കാരണങ്ങൾ കൊണ്ട് തോറ്റു, അതിന് പരിഹാരം ഉണ്ടാക്കണം. പക്ഷേ CPM ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള ഒരു സിദ്ധാന്തത്തിൽ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് നല്ലത് CPMൻ്റെ സിദ്ധാന്തമാണ്. കാരണം ഞങ്ങൾക്ക് കുറേ കൂടി എളുപ്പമാവും കാര്യങ്ങൾ, അത്രയേ ഉള്ളൂ. LDFൻ്റെ ഒരു വർഗീയ മനോഭാവം അത് ഈ അടുത്ത നാളുകളിൽ കൂടുതലാണ്, തോന്നിയില്ല? അത് അവർ ഒരു ഭൂരിപക്ഷ വർഗീയതയിലേക്ക് അവർ പോകുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഞങ്ങൾക്ക് പലയിടത്തും അത് കാണാൻ കഴിഞ്ഞു. BJP ജയിച്ചാലും വലിയ കുഴപ്പമില്ല, UDF തോൽക്കണം എന്നുള്ള ചിന്താഗതി അവർക്കുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ന്യൂനപക്ഷങ്ങൾ പലയിടത്തും അവരെ വിശ്വസിച്ചിട്ടില്ല ഇത്തവണ. മുമ്പൊക്കെ അവരെ പറഞ്ഞ് പേടിപ്പിക്കുന്ന BJP വരാൻ പോകുന്നു എന്നൊക്കെ പറയും. പക്ഷേ ഇത്തവണ അവരത് കൊണ്ടൊന്നും ഭയപ്പെട്ടില്ല. അപ്പോൾ ഇവരുടെ ഒരു ഭൂരിപക്ഷ പ്രീണനം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുണ്ടായിരുന്നു. അത് ഇവർക്ക് കിട്ടിയെന്ന ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കി. ഇപ്പോൾ ന്യൂനപക്ഷങ്ങളെ കുറ്റം പറയുന്ന ചില സാമുദായിക നേതാക്കന്മാർ, ഞാൻ പേര് പറയുന്നില്ല, അവരൊക്കെ മതേതരവാദികളാണെന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തോടു കൂടിയിട്ട് തന്നെ ന്യൂനപക്ഷങ്ങൾ ഇവരെ കൈവിട്ടു. പക്ഷേ ന്യൂനപക്ഷങ്ങൾ ഞങ്ങളെ കൈവിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ ഞങ്ങളോട് സംസാരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം പറയുന്നത് 10 ലക്ഷം വോട്ട് ലഭിച്ച കാര്യം പറയണം മലപ്പുറത്തെ. അപ്പോൾ ന്യൂനപക്ഷം ഞങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് ബോധിപ്പിക്കാനുള്ളൊരു ശ്രമം നടക്കണം. മലപ്പുറത്തെ കാര്യമാണ് എടുത്തെടുത്ത് പറയുന്നത്. മലപ്പുറത്തെ കാര്യം പറയുമ്പോൾ ആദ്യമായിട്ടാണ് പ്രതിപക്ഷമില്ലാത്ത ജില്ലാ പഞ്ചായത്ത്. എന്തുകൊണ്ട് സംഭവിച്ചു? ഇവർക്ക് ശക്തിയുള്ള കുറച്ച് ഏരിയ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയാം, പണ്ട് കാലത്ത് തന്നെ നിലമ്പൂർ, മങ്കട, പെരിന്തൽമണ്ണ ഇതൊക്കെ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് കേന്ദ്രങ്ങളായിരുന്നു. നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും LDFന് മുൻതൂക്കമുണ്ടായി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പണ്ട് മുതൽക്ക് തന്നെ 965 മുതൽ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിച്ച പല നിയോജകമണ്ഡലങ്ങളിലും അവരാ ചിഹ്നം പണയം വയ്ക്കാൻ തുടങ്ങി. പെരിന്തൽമണ്ണയിൽ പോലും ഞാനിപ്പോഴും ഓർക്കുന്നു, 965 മങ്കട, പെരിന്തൽമണ്ണയൊക്കെ CPM ആണ് ജയിച്ചത്. അന്ന് ലീഗും കോൺഗ്രസ് എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് മത്സരിച്ചപ്പോൾ ആ അവസ്ഥയിൽ നിന്നും ആ കോൺസ്റ്റിറ്റ്യുൻസിയിൽ പോലും കഴിഞ്ഞ നിയമസഭയിൽ അവർ ലീഗിൽ നിന്ന് ഒരാളെ ചാക്കിട്ട് പിടിച്ച് സ്വതന്ത്രനാക്കി നിർത്തി. നിലമ്പൂരും 10 വർഷം ഈ പരീക്ഷണം നടത്തി. അവസാനമാണ് അവർക്ക് ബോധ്യപ്പെട്ടത് ചിഹ്നം ഇനി പുറത്തെടുത്തില്ലെങ്കിൽ പാർട്ടി ഇല്ലാതാവും.
ഇപ്പോൾ ഏതായാലും ഈ ന്യൂനപക്ഷങ്ങൾ കൈവിട്ടതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. കാരണം മലപ്പുറം ജില്ലയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ചിലരൊക്കെ പ്രചരണം നടത്തിയത്. അതിന് നല്ല അടി കൊടുത്തു. പ്രതിപക്ഷമില്ല. ഞാൻ അതിനോട് യോജിക്കുന്ന ഒരാളല്ല, പ്രതിപക്ഷം ഉണ്ടാവണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം നമുക്ക് തെറ്റ് പറ്റാതിരിക്കണമെങ്കിൽ നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവർ ഉണ്ടാവണം. പക്ഷേ എന്തുകൊണ്ടാണ് ജനം പ്രതിപക്ഷം ഇല്ലാത്തൊരു സഭ തിരഞ്ഞെടുത്ത് അവർ ഇൻസൾട്ട് ചെയ്തതിന് കൊടുത്ത ശിക്ഷയാണ് ഈ സ്വർണ്ണക്കവർച്ച. അത് വലിയൊരു തിരിച്ചടിയായിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് വിശ്വാസികളുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചു. അത് ഹിന്ദു മതത്തിൻ്റെ മാത്രമല്ല, മറ്റ് മതങ്ങളും അത് കാര്യമായിട്ട് എടുത്തു. ഇപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. യുവതീ പ്രവേശനത്തിലെ സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ ഞങ്ങൾക്ക് കോടതിയുടെ ബഹുമാനമൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ആ ജഡ്ജിമെൻറ്റ് ഞങ്ങൾ എതിർത്തു. ഞങ്ങൾ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രകടനവും ഒക്കെ നടന്നു. ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ട വരെ ഞാൻ പദയാത്ര നയിച്ച ആളാണ്. റോഡിൻ്റെ ഇരുഭാഗത്തുള്ള വിശ്വാസികളിൽ മറ്റു മതക്കാരുണ്ടായിരുന്നു. അവർ പറഞ്ഞത് എന്താ അറിയോ, ഇന്ന് നിങ്ങളുടെ വിശ്വാസത്തിൽ കൈവച്ചുവെങ്കിൽ നാളെ ഞങ്ങളുടെ വിശ്വാസത്തിൽ കൈവയ്ക്കും. അതുകൊണ്ട് ഈ ഒരു വികാരം ഒരു മതത്തിന് മാത്രമായിരുന്നില്ല. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ മറ്റു മതക്കാർ പറഞ്ഞു ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ഇതുവരെ കൊള്ളയും. അതുകൊണ്ട് അവർ ഒറ്റക്കെട്ടായി നിന്നു. ഇപ്പോൾ വിശ്വാസ സമൂഹം ഒറ്റക്കെട്ടായതാണ് ശബരിമല വിഷയത്തിൽ LDFന് തിരിച്ചടിയത്. പക്ഷേ ഈ യുവതീ പ്രവേശന വിഷയത്തിൽ UDF പ്രതിഷേധവുമായി ഇറങ്ങുന്നതിന് മുമ്പ് BJP ആണ് തെരുവിലിറങ്ങിയത്. അല്ല, ഞങ്ങൾ അതിൽ നാമജപമായും അതായത് ഞങ്ങളൊരു മതേതര പാർട്ടിയാണ്. ഒരു കാര്യം മനസ്സിലായി, ആ മതേതര പാർട്ടിയിൽ തീരുമാനം എടുക്കുമ്പോൾ പാർട്ടി ഫോറങ്ങളിൽ വിശദമായി ചർച്ച ചെയ്യണം. ഞങ്ങൾ ഈ വിധി വന്ന അന്ന് ഞങ്ങളുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി കൂടി ഏതാണ്ട് ഒരു 9 മണിക്കൂർ ഞങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ചയിൽ നമ്മളെടുത്ത തീരുമാനം വിശ്വാസികളുടെ കൂടെ നിൽക്കണം. തീരുമാനമെടുത്ത് ഞങ്ങൾ ജാഥയും പദയാത്രയായിട്ട് മുന്നിട്ടിറങ്ങി. ഞങ്ങൾ പറയുന്നതിന് ജനങ്ങൾ വിശ്വസിച്ചു. BJPക്ക് അന്ന് പറ്റിയ പാളിച്ച, അന്ന് ഇവിടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ശ്രീധരൻപിള്ള പറഞ്ഞൊരു ഡയലോഗ് അവർ എന്നെ ചോർത്തി മീഡിയയ്ക്ക് കൊടുത്തു. അതിൽ പറഞ്ഞ് ഇത് നമുക്ക് പാർട്ടി വളർത്താനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ജനത്തിന് മനസ്സിലായി ഇവർക്ക് വിശ്വാസികളെ സംരക്ഷിക്കാനല്ല, അതിൻ്റെ പേരിൽ പാർട്ടി വളർത്താനാണ്. അത് അവർ അംഗീകരിച്ചില്ല. നേരെ വെച്ച് ഞങ്ങൾ നോക്കിയത് ഏത് മതത്തിൻ്റെ ആണെങ്കിലും വിശ്വാസം സംരക്ഷിക്കണം എന്നുള്ള മുദ്രാവാക്യമാണ് ഈ ജാഥയിൽ ഞങ്ങളന്ന് നടത്തിയത്. അന്ന് ഞാൻ പദയാത്രയിലൊക്കെ പ്രസംഗിച്ച കാര്യം അതാണ്. ഇന്ന് ഞങ്ങളുടെ വിശ്വാസത്തിൽ കൈവച്ചെങ്കിൽ നാളെ നിങ്ങളുടെ വിശ്വാസത്തിൽ കൈവയ്ക്കും. വഖഫ് വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടാൻ നോക്കിയപ്പോഴും ഞങ്ങൾ ഇതേ സ്റ്റാൻഡ് എടുത്തു. ഞങ്ങൾ വിശ്വാസികളുടെ കൂടെ വന്നു. അപ്പോൾ BJP പാർട്ടി വളർത്താൻ വേണ്ടി അത് വിനിയോഗിക്കുക എന്നുള്ള സംശയം ജനത്തിനുണ്ടായി. ജനം അവരെ വിശ്വസിച്ചില്ല. അതുകൊണ്ട് ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് UDF എടുക്കുന്ന സ്റ്റാൻഡിനോടൊപ്പം ജനങ്ങളുണ്ട്. അതിൻ്റെ തെളിവാണ് ഈ ഇലക്ഷൻ. ഈ ശബരിമല കൊള്ളക്കേസിൽ കോടതിയാണ് SITയെ നിയോഗിച്ചിരിക്കുന്നതും എല്ലാം. ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ളവരാണ്. ഞങ്ങൾ പറയുന്നൊരു കാര്യം, ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ SITയിൽ മറ്റേ CBIനെ ഏൽപ്പിക്കണം, പക്ഷേ ആ CBIനെ ഏൽപ്പിച്ചാലും ഞങ്ങൾക്ക് വിശ്വാസമില്ല, കോടതി മേൽനോട്ടം വേണം. ഈ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരാണ് SITയിലുള്ളത്. ഇപ്പോൾ അവർ നിഷ്പക്ഷമായിട്ട് തീരുമാനം എടുത്തു എന്ന് വിചാരിക്കുക. കടകംപള്ളിനെ അറസ്റ്റ് ചെയ്യാനൊക്കെ അങ്ങ് തീരുമാനിച്ച് അറസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ആ ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രി നോട്ടം ഇട്ട് വയ്ക്കും. കിട്ടുന്ന അത് കഴിഞ്ഞ് SITയുടെ പ്രവർത്തനം തീരുമ്പോൾ പിടിച്ച് പൊക്കും. ഇവിടെ തന്നെ നമുക്കറിയാം, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പോലും നൽകാതെ അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലോ ഇപ്പോഴും. ഒരു DGPനെ ഒറ്റാണ്, എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. അതുപോലെ ഡോക്ടർ അശോക്, അദ്ദേഹത്തിനെ പരമാവധി ഇപ്പോഴും നിരോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സർക്കാരിനെതിരെ സ്റ്റാൻഡ് എടുത്താൽ അവരുടെ പേഴ്സണലായിട്ട് അവരെ ഇൻസൾട്ട് ചെയ്യാൻ മുഖ്യമന്ത്രി നോക്കും. അല്ലാതെ ഈ വെങ്കടേഷിനെ കുറിച്ച് ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല, അദ്ദേഹമാണല്ലോ ടീമിൻ്റെ തലവൻ. പക്ഷേ അദ്ദേഹത്തിനെ പൊക്കേണ്ട സമയത്ത് മുഖ്യമന്ത്രി പൊക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ ധൈര്യം ഉണ്ടാവില്ല. ഇപ്പോൾ കോടതി മേൽനോട്ടം ഉള്ളതുകൊണ്ടാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെങ്കിലും അകത്തായത്. പക്ഷേ മുഖ്യമന്ത്രി പറയുന്നത് അങ്ങനെയല്ല, ഞങ്ങളാണ് ഭരണത്തിലുള്ളത്, അതുകൊണ്ടാണ് ഞങ്ങളുടെ പാർട്ടി ആയതുകൊണ്ടാണ് ഹൈക്കോടതി എന്താ പറഞ്ഞത്? പത്മകുമാർ ആയാലും ഹൈക്കോടതി പറഞ്ഞ എന്താ, നിങ്ങൾ റിപ്പോർട്ട് മുഖ്യമന്ത്രിനെ കാണിക്കരുത്, നേരെ ഞങ്ങൾക്ക് തരാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്.
പക്ഷേ അറസ്റ്റ് അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഈ പത്മകുമാർ പറഞ്ഞൊരു വാചകമുണ്ട്, ദൈവതുല്യനായി ഞാൻ കണക്കാക്കിയ ഒരാളാണ് ഇതിൻ്റെ പിന്നിൽ, ഈ ഫയൽ എനിക്ക് അയച്ചത് കടകംപള്ളിയാണ്. വ്യക്തമല്ലേ? പക്ഷേ കടകംപള്ളി എന്ന് പേര് പറഞ്ഞില്ല. കടകംപള്ളിയാണ് ഫയൽ അയച്ചതെന്ന് പറഞ്ഞു. അല്ല, ദൈവതുല്യൻ ആദ്യം പറഞ്ഞു. ഫയൽ എനിക്ക് പുട്ടപ്പ് ചെയ്ത് ദേവസ്വം മന്ത്രി ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ സംശയിക്കാതിരുന്നത് എന്നൊരു കാര്യം കൂടെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ SITക്ക് എന്തുകൊണ്ട് എത്രയോ നാളായി കടകംപള്ളിയെ വിളിക്കാം, ചോദ്യം ചെയ്യും, മൊഴിയെടുക്കാം? ഞങ്ങളിപ്പോൾ നോക്കുന്നത് ഇപ്പോൾ 6 ആഴ്ചത്തെ സമയത്തിൽ, പക്ഷേ ഞങ്ങൾ 6 ആഴ്ചയും ഞങ്ങൾ ഉണ്ടായിരിക്കുന്നില്ല. ഞങ്ങൾ അടുത്ത ദിവസം യോഗം കൂടി ഇതിൽ ഞങ്ങൾ ശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോകും. പാർട്ടി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലൊക്കെ വേണ്ട നിലപാടെടുത്തു. പക്ഷേ ഒരു വിഭാഗം പാർട്ടിക്കകത്ത് ഒന്ന് പതുക്കെ മതി എന്നൊരു നിലപാടെടുത്തായും തോന്നി. അല്ല, അതിലിപ്പോൾ പാർട്ടി സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുത്തല്ലോ. അതിൽ ഇനിയിപ്പോൾ പുനഃപരിശോധിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതൊന്ന് കുറച്ച് വൈകിയില്ലേ അത്? അല്ല, അത് എല്ലാ വശങ്ങളും നോക്കണമല്ലോ. അങ്ങനെയാണല്ലോ താങ്കൾ തന്നെ പറയുന്നത് കേട്ടു, ബ്രഹ്മാസ്ത്രം സമയമായി എന്ന് പറഞ്ഞു. അത് പ്രയോഗിച്ചല്ലോ. അതിൻ്റെ തലേ ദിവസമാണ് ഞാൻ പറയുന്നത് ഇനി കാത്തിരിക്കണ്ട, അത് പാർട്ടി ശക്തമായ ആക്ഷൻ എടുത്തു. അക്കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. താങ്കൾ എവിടെയായിരിക്കും നിയമസഭയിൽ മത്സരിക്കുക എന്ന കാര്യത്തിൽ അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ ഇപ്പോൾ ഒരു കാര്യം ആഗ്രഹിക്കുന്നത്, കോർപ്പറേഷൻ്റെ ചുമതല എനിക്ക് തന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു. അതുപോലെ വേണമെങ്കിൽ അസംബ്ലിയുടെ ഒരു ചാർജ് തരികയാണെങ്കിൽ വേണമെങ്കിൽ മത്സര രംഗത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ കുറച്ച് UDFന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ടല്ലോ. തിരിച്ചടി വെച്ചാൽ മെച്ചപ്പെട്ടു എങ്കിലും ഒരു അസംബ്ലി ജയിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ഇരട്ടി ജോലി ചെയ്യണം. അപ്പോൾ ഞാൻ പാർട്ടി നേതൃത്വത്തിനോട് പറഞ്ഞിട്ടുള്ളത്, വേണമെങ്കിൽ എന്നെ ചുമതല ഏൽപ്പിച്ചാൽ മത്സരരംഗത്ത് മാറി നിന്നുകൊണ്ട് തന്നെ പാർട്ടിക്ക് വേണ്ടി ചുമതലയേറ്റ് പ്രവർത്തിക്കാം എന്നൊരു നിർദ്ദേശമാണ് എനിക്ക് പാർട്ടി നേതൃത്വത്തിന് സമർപ്പിക്കാനുള്ളത്. പക്ഷേ ഒരു വട്ടിയൂർക്കാവാണ് ഞങ്ങളൊക്കെ കേൾക്കുന്നത്. അല്ല, വട്ടിയൂർക്കാവ് എൻ്റെ സ്വന്തം വീടാണ്. അതിന് മാറ്റമൊന്നുമില്ല. മത്സരിച്ചാലും ഇല്ലെങ്കിലും ആ വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ സ്വന്തം കുടുംബമായിട്ട് കണക്കാക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇലക്ഷൻ മത്സരിക്കണോ വേണ്ടതൊക്കെ പാർട്ടി തീരുമാനിക്കണം. പക്ഷേ ഞാൻ പാർട്ടിയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത് ഈ കോർപ്പറേഷൻ്റെ ചുമതല എന്നെ ഏൽപ്പിച്ച പോലെ സിറ്റിയുടെ ചുമതല അടുത്ത ഇലക്ഷനിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്തോളാം പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അത് പാർട്ടി തീരുമാനിക്കട്ടെ. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോവുകയാണ്. UDF മുന്നൊരുക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കിക്കാണാം. ഞങ്ങൾ ഇനിയും വന്ന് താങ്കളുമായി സംസാരിക്കും. വളരെയധികം നന്ദി ഇത്ര നേരം സംസാരിച്ചത്.